ലക്ഷക്കണക്കിന് രൂപയാണ് ഒരൊറ്റ ലേലത്തിൽ തന്നെ കോർപ്പറേഷന് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനയാണ്. ഇലക്ട്രിക് ബസ് പർച്ചേസിൻ്റെ കാര്യത്തിൽ, ആ ടെൻഡറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ പല കെട്ടിടങ്ങളിലും ഒരുപാട് പോരായ്മകളുള്ളതായിട്ടുള്ള വിലയിരുത്തൽ വന്നു. കേസിലെ പ്രതിയാണോ അല്ലേ എന്നുള്ളത് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പീസ് പൊളിഞ്ഞു വീണിട്ട് ഒരു വനിതയുടെ, ഒരു വീട്ടമ്മയുടെ തലയിൽ പൊട്ടലുണ്ടായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പാളയം മാർക്കറ്റിൽ കെട്ടിയിട്ടിട്ടുള്ള കടകളിൽ കച്ചവടക്കാർ പോകാൻ തയ്യാറാകും. വിഴിഞ്ഞം സോണലിലെ ഹാർബർ വാർഡിൽ മൈലാഞ്ചിക്കല്ല്, മതിപ്പുറം, കട്ടച്ചാൽ, വലിയ പറമ്പ്, താഴെ വീട്ടുവിളാകം, ഈ പ്രദേശങ്ങളിലാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ ബുധനാഴ്ചയും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കോർപ്പറേഷൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സാധാരണ ചെയ്യാറാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഡെപ്യൂട്ടി മേയറും മറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരും ഒക്കെ ചേരുന്നൊരു യോഗമാണത്. അതിലാണ് ഒരാഴ്ചത്തെ പ്രവർത്തനവും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനം, ഒരാഴ്ചത്തെ പ്രവർത്തനം വിലയിരുത്തുകയും അടുത്ത ആഴ്ചത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്നത്. ബുധനാഴ്ച കോമരയുടെ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള സത്യപ്രതിജ്ഞയും ഒക്കെ ആയതുകൊണ്ട് ഇന്നലെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ട് അവസാന സമയത്ത് പങ്കെടുക്കേണ്ടി വന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വിഴിഞ്ഞം സോണലിലെ ഹാർബർ വാർഡിൽ നിന്ന് കുറേ വനിതകൾ ഉൾപ്പെടുന്നവർ കോർപ്പറേഷനിൽ വന്നിട്ട് അവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജന പദ്ധതിയിൽ പെടുത്തി നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റ് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണതായിട്ടുള്ള പരാതി പറഞ്ഞിരുന്നു. അപ്പം നേരത്തെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം. ഒരു കോൺക്രീറ്റ് പീസ് പൊളിഞ്ഞു വീണിട്ട് ഒരു വനിതയുടെ, ഒരു വീട്ടമ്മയുടെ തലയിൽ പൊട്ടലുണ്ടായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഞാൻ മേയറാവുന്നതിന് മുമ്പ് ഇക്കാര്യം അറിഞ്ഞിരുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളവിടെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഹാർബർ വാർഡിൽ നിന്നും ഈ ഫ്ലാറ്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് മഴ കൂടിയാകുമ്പോഴേക്കും വളരെ ദുരന്തമാണ്, അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് നിരവധി കംപ്ലയിൻറ്റുകൾ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സെക്ഷനുമായിട്ട് സംസാരിക്കുകയും ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പം 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം തന്നെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായി ഈ വിഷയം ചർച്ച ചെയ്തു. മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പൊന്നറ സ്കൂൾ നിർമ്മിച്ചതിൽ ഇത്തരത്തിൽ ചില പോരായ്മകളുണ്ട്, അത് റെക്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊരു സ്റ്റഡി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിഴിഞ്ഞം സോണലിലെ ഹാർബർ വാർഡിൽ മൈലാഞ്ചിക്കല്ല്, മതിപ്പുറം, കട്ടച്ചാൽ, വലിയ പറമ്പ്, താഴെ വീട്ടുവിളാകം, ഈ പ്രദേശങ്ങളിലാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ഫ്ലാറ്റിനാണ് പോരായ്മയുള്ളത്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നും എന്തുകൊണ്ടാണ് ഈ നിർമ്മാണത്തിൽ അപാകതകൾ എന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് കത്ത് കൊടുക്കുവാൻ വേണ്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ച ഒരു കാര്യം. ഇനി ഇത് അവിടെ മേയർ അവിടെ അതിന് ശേഷം എന്ത് നടപടിയാണെന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ നടപടി അവിടെ പോയി ആ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ട് അവരോട് ഈ നടപടി പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കൗൺസിൽ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കത്ത് കൊടുക്കും. അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം കൗൺസിൽ യോഗത്തിൽ അറിയിക്കും. ഇക്കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ഇന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ പല കെട്ടിടങ്ങളിലും ഒരുപാട് പോരായ്മകളുള്ളതായിട്ടുള്ള വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ
എല്ലാ തരത്തിലുള്ള പരിശ്രമം നടത്തിയിട്ടും പാളയം മാർക്കറ്റിൽ കെട്ടിയിട്ടിട്ടുള്ള കടകളിൽ കച്ചവടക്കാർ പോകാൻ തയ്യാറാകുന്നില്ല, അവിടേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ മ്യൂസിയം ഭാഗത്ത് നേരിട്ടെത്തി എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തി അവിടെയും പരിശോധനകളും ചർച്ചകളും നടത്തിയിട്ടും ആ കടകളും തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ പിഴവാണ്. സ്മാർട്ട് സിറ്റി പദ്ധതികൾ നടപ്പിലാക്കിയുള്ള ഒരു പിഴവായിട്ടാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ പല മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇലക്ട്രിക് ബസ് പർച്ചേസിൻ്റെ കാര്യത്തിൽ, ആ ടെൻഡറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കോർപ്പറേഷൻ അന്നത്തെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട പല രേഖകളും ടെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നടത്തിയ നിർമ്മാണങ്ങളുടെ ക്വാളിറ്റി, ടെൻഡർ നടപടികൾ, അതോടൊപ്പം തന്നെ പാളയം മ്യൂസിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാൻ ആവശ്യപ്പെടും. അതിൽ ഫോറൻസിക് ഓഡിറ്റിന് ഇക്കാര്യങ്ങൾ വിധേയമാക്കി റിപ്പോർട്ട് കിട്ടണം. ഈ ആവശ്യം കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കും. ഞാൻ ആദ്യം പറഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫയിങ് മെക്കാനിസം, ഇത് മൂന്നുമാണ് ആവശ്യപ്പെടാൻ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആവശ്യപ്പെടുന്നത്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫയിങ് മെക്കാനിസം. അപ്പോൾ ഇതിലെവിടെയോ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എവിടെയോ ഒരു പോരായ്മ ഉള്ളതുകൊണ്ടാണ് 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുന്നത്. അവിടെ കോൺക്രീറ്റ് ചെയ്തപ്പോഴേക്ക് ഉപയോഗിച്ച കമ്പി 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തുരുമ്പെടുത്തിട്ട് ആൾക്കാരുടെ തലയിലൊക്കെ കൂടെ വീഴാണ്. ഇപ്പോൾ തന്നെ കമ്പി നമ്മൾ പോയി താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പി നമുക്ക് നേരിട്ട് കാണാം. ചുരുങ്ങിയ വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അക്കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അതിൻ്റെ എല്ലാ വസ്തുക്കളും പുറത്തു വരണം. ഈ രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ. ഫോറൻസിക് പരിശോധനയിൽ ഏതൊക്കെ കാര്യങ്ങൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ ഉൾപ്പെടുത്തണം. പാളയം മാർക്കറ്റ് 3 വർഷമായിട്ട് ഒരേ വ്യക്തി 2023 കൊടുത്തു ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നെങ്കിൽ അയാളിപ്പോൾ ഇ ഡി ആക്രമിച്ച കേസിലെ പ്രതിയും കൂടെയാണ് വിദേശത്താണെന്ന് പറയുന്നു. ഞങ്ങളിപ്പോൾ കേസിലെ പ്രതിയാണോ അല്ലേ എന്നുള്ളത് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത എഗ്രിമെൻറ്റുകളൊക്കെ തന്നെ കണ്ടുപിടിച്ച് അതൊക്കെ തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഡെപ്യൂട്ടി മേയറുടെയും ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ കടൽ പോലെ കിടക്കുന്നതുകൊണ്ടും നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നോൺ ടാക്സിനൊക്കെ തന്നെ ഇത് എവിടേക്കാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് രേഖകളൊക്കെ കുറേ ഓൺലൈനിലുണ്ട്, കുറേ രേഖകൾ ഫിസിക്കലാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നതിൻ്റെ സമയമെടുക്കും. പക്ഷേ ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം പറയാം, ചില ലേലങ്ങൾ ഒന്നുകൂടെ പുനഃക്രമീകരിച്ചപ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരൊറ്റ ലേലത്തിൽ തന്നെ കോർപ്പറേഷന് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവയാണ് ഒരു ലേലത്തിൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവ്. അങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നു വരികയാണ്. കുറച്ചുകൂടി വ്യക്തമായ ശേഷം മാധ്യമങ്ങളോട് പറയാം. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാനും ആ സ്മാർട്ട് സിറ്റി യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുവാനും ആവശ്യപ്പെടും, രേഖാമൂലം ആവശ്യപ്പെടും.